ഹലോ നമസ്കാരം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ആ നോട്ടിഫിക്കേഷൻ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ഇപ്രാവശ്യത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനിങ്ങും കാര്യങ്ങളും നിങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ? വീഡിയോസിന് ക്ലിയറും കാര്യങ്ങളൊക്കെ എങ്ങനെ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ, കാരണം ഫോണിൽ എടുക്കുന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ സൈനിങ്ങും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഒരു ഹൈപ്പും കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് പരിപാടി അയച്ചു പോകേണ്ട ഒരു ടൈപ്പാണ്. കാരണം ഇതിന് മുമ്പത്തെ പല സീസണുകളിലും ഒരു പ്ലെയർ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മാസം മുമ്പോ അല്ലെങ്കിൽ ഒരു 3 ആഴ്ച മുമ്പൊക്കെ പരിപാടി തുടങ്ങും. ഇങ്ങനെ ഒരു ക്ലൂ തരും, ആ ക്ലൂവിൽ കുറേ അക്ഷരങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനിങ്ങും കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പ് നടന്നിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല, പെട്ടെന്ന് പരിപാടി കഴിച്ചു പോവുകയാണ് അഡ്മിൻസും കാര്യങ്ങളൊക്കെ, ടീമും മാനേജ്മെൻറ്റും. അതന്നെ ഒരു കണക്കിന് നല്ലത്. കാരണം ഇതിനു മുമ്പ് കുറേ തള്ളി മറിച്ച് വന്നിട്ടുള്ള പ്ലെയേഴ്സ് ഒക്കെ ഫ്ലോപ്പായിട്ടുള്ള ചരിത്രമുള്ളൂ. കോവനായാലും കോസ്റ്റായാലും ഇതിന് കുറേ പ്ലെയേഴ്സിൻ്റെ പേര് പറയാനുണ്ട്. പക്ഷേ ഒരു ഹൈപ്പും ഇല്ലാതെ ടീമിക്ക് വന്നിട്ട് അടിപൊളിയായിട്ട് കളിച്ച എത്ര പേര് നിങ്ങൾക്ക് കേൾക്കണം? ഉദാഹരണം ജെറോ റോഡ്രിഗോസ്, ഒരു ഹൈപ്പും ഇല്ലാതെ ആരും അറിഞ്ഞിട്ടും കൂടില്ല. അപ്പോൾ അങ്ങനത്തെ സൈനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതാണ് പൊതുവേ ടീമിന് നല്ലത്. കാരണം എന്താ പറയുക, ഇങ്ങനെ തള്ളിമറിയും കാര്യങ്ങളൊക്കെ ടീമിനെ ദോഷമേ ചെയ്യുള്ളൂ. ഒരു പ്ലെയർ വന്നു കഴിഞ്ഞാൽ അത് പെർഫോം ചെയ്യോ ഇല്ലയോ എന്ന് നമുക്ക് കളി തുടങ്ങിയാൽ മാത്രമല്ലേ കാണാൻ സാധിക്കുള്ളൂ. അതിന് മുമ്പ് നമുക്ക് എങ്ങനെ അറിയാം? അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രാവശ്യത്തെ സൂപ്പർ കപ്പിലെ ലൈനപ്പ് എങ്ങനെയായിരിക്കും. പൊതുവേ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. ഈ ഒരു ലൈനപ്പ് പറ്റാത്ത ആൾക്കാരുണ്ടാവും. എന്തായാലും നമ്മളൊരു ഒപ്പീനിയനിൽ ഇട്ടിട്ടുള്ള ഒരു ലൈനപ്പും കാര്യങ്ങളൊക്കെയാണിത്. അപ്പോൾ ഇതിൽ ഗോൾ കീപ്പറായിട്ട് സച്ചിൻ സുരേഷ് ഉണ്ടാവും. കാരണം വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ, നമുക്ക് വിദേശ ഗോൾ കീപ്പറൊന്നും ഇറക്കാൻ കഴിയില്ല. കാരണം ഓൾറെഡി 4 വിദേശ ഫോറിൻ പ്ലേയേഴ്സിനെ ഇറക്കാൻ കഴിയുള്ളൂ. അത് ഫോർവേഡ്സിലും മിഡ്ഫീൽഡ്സിലും ഒക്കെയാണ് വരിക. അപ്പോൾ ഗോൾ കീപ്പറായിട്ട് വേറെ പ്ലെയറും ഇല്ല. സെക്കൻഡ് ഗോൾ കീപ്പറും തേർഡ് ഗോൾ കീപ്പറൊക്കെ പരീക്ഷിക്കാനുള്ള അവസരമുണ്ട്. കാരണം സച്ചിൻ സുരേഷ് ഭയങ്കര മോശമായിരുന്നു. കൈൻ്റെ അടിയിൽ കൂടെ വയത് പോലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ. പക്ഷേ എന്നാലും ഈ ഒരു സീസണിലെ ഫസ്റ്റത്തെ കുറച്ച് കളികളിൽ സച്ചിൻ സുരേഷ് തന്നെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പർ. പിന്നെ ഡിഫൻസിൽ നോച്ച സിംഗ്, അതേപോലെ തന്നെ ഐബൻ, ഇവരെയൊക്കെ വിങ് ബാക്സിലുണ്ടാവുക. സെൻറ്റർ ബാക്സിൽ ജുവാൻ റോഡ്രിഗോസും അതേപോലെ തന്നെ അമീർ റാണവാഡയും. മിഡ്ഫീൽഡ്സിലാണ് പറയുകയാണെങ്കിൽ അഡ്രിയാൻ ലൂണ, പിന്നെ നോഹ സദോദി, വിപിൻ മോഹനൻ, ഡാനിഷ് ഫാറൂഖ്. ഇപ്പോൾ ഡാനിഷ് ഫാറൂഖിൻ്റെ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം പെർഫോമൻസ് വിചാരിച്ചത്ര വന്നിട്ടില്ലെങ്കിൽ പോലും വേറൊരു ഓപ്ഷൻസ് നമ്മൾ കാണുന്നില്ല. ഡാനിഷ് ഫാറൂഖ് തന്നെ ആ ഒരു പൊസിഷനിൽ കളിക്കുക. പിന്നെ 2 സെൻറ്റർ ഫോർവേഡ്സിനെ വെച്ചേക്കാനും കളിക്കുക, OBI മറ്റൊരു സെൻറ്റർ ഫോർവേഡും. അപ്പോൾ ഇതാണ് നമ്മളൊരു ഒപ്പീനിയനിൽ ഇപ്രാവശ്യത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൈനപ്പ് വരാനുള്ള ഒരു സാധ്യത. ഇതിൻ്റെ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സീസണ് വൈകിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. സാധാരണ ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോൾ കളി തുടങ്ങലുണ്ട്. പക്ഷേ ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുട്ബോൾ ഫെഡറേഷനും കാര്യമായിട്ട് ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് ലാസ്റ്റ് എന്തായാലും ഡിസംബറിൽ തുടങ്ങുന്നതാണ് ഇപ്പോഴത്തെ ഒരു ഇത്. ഇനിയിപ്പോൾ എങ്ങനെയെന്ന് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അറിവില്ല. ഈ ഒരു സൂപ്പർ കപ്പ് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരിതിൽ എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഒരു ലൈനപ്പ്. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25-ാം തീയതി ആണോ സംശയമുണ്ട്, ആ ഒരു കളി അപ്പുണ്ട്. പിന്നെ 5-ാം തീയതി ഒരു കളിയുണ്ട്, മുംബൈ സിറ്റിനായിട്ടൊരു കളിയുണ്ട്. അങ്ങനെ കളികൾ പലതരത്തിൽ ഇനി വരാൻ പോവാണ്. സൂപ്പർ കപ്പും കാര്യങ്ങളും ഇപ്പോൾ പ്രാക്ടീസ് മാച്ചും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗോവൻ്റെ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ പ്ലെയേഴ്സ് ടീമിലേക്ക് വന്നിട്ട് ഓര് എങ്ങനെയൊക്കെ പെർഫോം ചെയ്യുന്നു ഓരോ കളി കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അതിന് മുമ്പ് പറയാൻ സാധിക്കില്ല. കാരണം പല പ്ലെയേഴ്സ് വന്നാണ് ISL വന്നിട്ട് പെർഫോമൻസ് വളരെ മോശമായിട്ടുണ്ട്. എന്നാൽ ചില പ്ലെയേഴ്സ് ഇല്ലാതെ വന്ന് കണ്ട് അടിപൊളിയായിട്ട് കളിച്ചിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും കളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ നോട്ടിഫിക്കേഷൻ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കട്ടോ. അപ്പോൾ നോക്കാം, മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.